അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കളെ, ഒരു കോമ്പറ്റീഷൻ എന്നതിലുപരി നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ല് അഥവാ അപഗ്രഥന ശേഷിയും അതുപോലെ തന്നെ നിങ്ങളുടെ നോളജ് പവറും കൂട്ടാനുള്ള ഒരു ടെക്നിക്കാണ്. സോ ഇതിനകത്ത് പറയുന്ന ഓരോ സംഗതിയുടെയും ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായി കണ്ടെത്തണം. ഒരു ക്യൂസ് കോമ്പറ്റീഷൻ എന്നതിലുപരി ഇതൊരു അസൈൻമെന്റ് കൂടിയാണ് എന്ന് മക്കൾ മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? സോ ഓരോ ക്വസ്റ്റ്യന്റെയും ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നീട് കണ്ടെത്തണം. ഓക്കെ ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സ്പേസ് എക്സ്പ്ലോറേഷൻ ആയി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആദ്യ റൗണ്ടിൽ 2 പോയിന്റ് ആണ് ഒരാൾക്കുള്ളത് കേട്ടോ. 2 പോയിന്റ് ആണുള്ളത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് സ്പേസ് ഏജൻസി? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിക്കോളൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് സ്പേസ് ഏജൻസി എന്നാണ് ചോദ്യം. ആൻസർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആൻസർ എഴുതിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്തോ, പെട്ടെന്ന്. യെസ്, ഇത് ഹാൻഡ് റൈസ് ചെയ്യാൻ മീൻസ് ഇതിനകത്ത് ചാറ്റ് ബോക്സിനോട് അറിയാലോ. യെസ്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര്. ഹാൻഡ് റൈസ് ചെയ്തവരുടേത് മാത്രമേ പരിഗണിക്കുള്ളൂ. നോട്ട് ചെയ്യണേ. യെസ്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചാറ്റ് ബോക്സിൽ എനിക്ക് മാത്രമായി ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, നിസ്മിയ ടൈപ്പ് ചെയ്തു. അനുരാഗ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്, അനിത മോഹൻരാജ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദിനാഥ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൈം ഈസ് ഓവർ. ഓക്കെ, യുവർ ടൈം ഈസ് ഓവർ. പെൻ ഡൗൺ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് 2 പോയിന്റ് ആണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഞാൻ ഇതിനകത്ത് 2 മാർക്കാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ എന്ന് പറയുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഇന്ത്യാസ് സ്പേസ് ഏജൻസിയുടെ ഷോർട്ട് ഫോം ആണ്. അപ്പൊ ഷോർട്ട് ഫോം ടൈപ്പ് ചെയ്താൽ 1 മാർക്ക് ലഭിക്കൂ. ഫുൾ ഫോം ആണ് ടൈപ്പ് ചെയ്യേണ്ടിയിരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഫുൾ ആൻസർ. ഈ ഫുൾ ആൻസർ ടൈപ്പ് ചെയ്ത ആരും തന്നെ ഇല്ല. ആൻസർ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ശ്രീഗംഗ ISRO എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 1 മാർക്ക്. ശ്രീഗംഗ 1 മാർക്ക്. ആദിനാഥിന് 1 മാർക്ക്. അനിതയ്ക്ക് 1 മാർക്ക്. അനുരാഗ്ക്ക് 1 മാർക്ക്. അനിത മോഹൻ, നിസ്മിയ 1 മാർക്ക്. ആദിനാഥ് എഴുതിയിട്ടുണ്ട് ISRO. ഇവർക്കെല്ലാം 1 മാർക്കാണ്. ശ്രീഗംഗയും എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, നൈസ്. അപ്പോ മക്കളെ, ISROയുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണ്? ISROയുടെ ഫുൾ ഫോം ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഫുൾ ഫോം പറഞ്ഞേ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. യെസ്, അപ്പൊ ഇവിടെ വെരി ഗുഡ്, നൈസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ലേണിംഗ് കിട്ടി. എന്താണത്? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കും ചിലപ്പോൾ, നിങ്ങൾ ഫുൾ ഫോം എഴുതണോ ഷോർട്ട് ഫോം ആണോ എഴുതേണ്ടത്, അത് പറഞ്ഞില്ലല്ലോ എന്നൊന്നും ക്വിസ് മാസ്റ്ററോട് ഒരു ക്വിസിലും പറയാൻ കഴിയില്ല. പകരം നമ്മൾ എപ്പോഴും ക്വിസ് കോമ്പറ്റീഷനിൽ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഫുൾ ഫോം ആണ് എപ്പോഴും എഴുതേണ്ടത്. അത് ISROയുടെ മാത്രമല്ല, UNOയെ കുറിച്ച് ചോദിച്ചാലും WHO കുറിച്ച് ചോദിച്ചാലും നമ്മൾ എപ്പോഴും എഴുതേണ്ടത് എന്താണ്? ഫുൾ ഫോം ആണ്. എപ്പോഴും ഷോർട്ട് ഫോം എഴുതി കഴിഞ്ഞാൽ, അബ്രിവേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാർക്കും കിട്ടില്ല. അപ്പോൾ മക്കൾ അത് ശ്രദ്ധിക്കണം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏത് ചോദ്യമാണെങ്കിലും ഫുൾ ഫോം ആണ്, ഫുൾ ആയിട്ട് എഴുതണം, പൂർണ്ണമായിട്ട് എഴുതണം. ഇതല്ലോ. യെസ്, ഇനി ഇതൊരു അസൈൻമെന്റ് ആയിട്ട് എടുക്കണം. ഇതിനകത്ത് നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്, അടുത്ത നമ്മുടെ ക്വിസിന് മുമ്പായിട്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട
ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ISRO എന്നാണ് ഫോം ചെയ്തത്, എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ത്യയിൽ ISRO എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ISROയുടെ ഇതുവരെയുള്ള ചെയർമാൻമാർ, പ്രശസ്തരായ ചെയർമാൻമാർ ആരൊക്കെയായിരുന്നു എന്ന കാര്യങ്ങൾ, ISRO എന്ന സ്പേസ് ഏജൻസിയുടെ കേന്ദ്രം എവിടെയൊക്കെയാണ് എന്നീ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം. ISROയെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എപ്പോഴും ഏത് ക്വിസിലും ചോദിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ISRO. അപ്പൊ ISROയെ കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിന്, അടുത്ത ക്വിസിന് മുമ്പായിട്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഓക്കെ ആണല്ലോ? ചെയ്യില്ലേ? Yes, sir. Okay, sir.